എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിലൊരു ബൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പൂക്കൾ വെച്ചുള്ള ബൊക്കെയല്ല, കേക്ക് പോപ്സ് വെച്ച്. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? നമ്മൾ സാധാരണ കേക്ക് പോപ്സ് ഉണ്ടാക്കുന്ന പോലെ കേക്കിൻ്റെ കട്ട് പീസുകളോ കേക്കിൻ്റെ ലെഫ്റ്റ് ഓവറോ ഒക്കെ ഉള്ളപ്പോൾ അതിനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ ഗനാഷ് ചേർക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമൊക്കെ നമുക്കിഷ്ടമുള്ള ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് അതിനെ മിക്സ് ചെയ്ത് കുഴച്ച് ക്രാക്ക് വീഴാത്ത പരുവത്തിൽ ആക്കിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഞാനെടുത്തേക്കുന്ന ഒരു ഹാർട്ട് ഷേപ്പ് ഒരു കുക്കി കട്ടറാണ്. ഈ ഹാർട്ട് ഷേപ്പ് കുക്കി കട്ടറിനകത്ത് ഞാനിത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട്. അപ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് മാറ്റുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇച്ചിരി വിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് കൈ കൊണ്ടൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്ത് അങ്ങനെ നമുക്ക് എത്ര എണ്ണയാണോ വേണ്ടത് അത്ര എണ്ണ റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ ഒരു 5-6 കേക്ക് പോപ്സേ ഉണ്ടാക്കുന്നുള്ളൂ ഹാർട്ട് ഷേപ്പിൽ. അപ്പോൾ അതുപോലെ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇനി ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ സാധാരണ റൗണ്ട് കേക്ക് പോപ്സ് ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ചെറിയ സ്റ്റിക്കാണ് കേക്ക് പോപ്സിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കുറച്ചുകൂടെ നീളം കൂടിയ കബാബ് സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ കബാബ് സ്റ്റിക്ക് എടുത്തിട്ട് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് അതിൻ്റെ ടിപ്പ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഹാർട്ടിൻ്റെ ആ എൻഡ് പോയിന്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതിനൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം ആ ചോക്ലേറ്റ് ഒന്ന് സെറ്റായിട്ട് ഈ സ്റ്റിക്ക് ഈ ഹാർട്ടിനോട് നന്നായിട്ട് ചേർന്ന് ഹോൾഡ് ചെയ്ത് ഇരിക്കാനായിട്ടാണ്. അത് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കേക്ക് പോപ്സ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ കുറച്ച് റെഡും വൈറ്റും ഫോണ്ടൻ്റ് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഹാർട്ട് കുറച്ചതിൽ കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ കുറച്ച് സ്പ്രിങ്കിൾസും ഒക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ സാധാരണ കേക്ക് പോപ്സ് കോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള, ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തേക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഈ ഓരോ സ്റ്റിക്കും എടുത്ത് സൂക്ഷിച്ച് അതിനെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ മൊബൈലിൽ ചാർജ് പോയിട്ട് അത് ഓഫായിപ്പോയി, ഞാനിത് അറിഞ്ഞുമില്ല. അപ്പോൾ അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മളിതിനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഡ്രിസിൽ ചെയ്തു, കുറച്ച് ഹാർട്ടൊക്കെ ഒട്ടിച്ചു, കുറേ സ്പ്രിങ്കിൾസൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഇതുപോലെ വന്നു. ഇനി നമുക്ക് ഈ ഓരോ കേക്ക് പോപ്സിനെയും ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറിലേക്ക് മാറ്റിയിട്ട് നല്ല ഒരു റിബൺ വെച്ച് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ കേക്ക് പോപ്സും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോളിത്തീൻ കവറിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ബൊക്കയുടെ രീതിയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു ബൊക്കയുടെ രീതിയിലേക്ക് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കുറച്ച് പൊക്കിയും കുറച്ചെണ്ണം താത്തിയും ഒക്കെ വെച്ച് നമുക്കുള്ള നമ്പർ ഓഫ് കേക്ക് പോപ്സ് അനുസരിച്ച് നമ്മളൊരു ബൊക്കയുടെ ഷേപ്പിലേക്ക് അതിനെ മാറ്റി. ഇനി എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു റെഡ് ബൊക്കെ കവർ ചെയ്യുന്ന പേപ്പർ ഉണ്ടായിരുന്നു. വേറെ ഏതോ ഒരു ബൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ പേപ്പർ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിന് കറക്റ്റ് എങ്ങനെയാണ് ബൊക്കെ കവർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ മെത്തേഡൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമുക്ക് എത്ര പൂക്കളാണോ അല്ലെങ്കിൽ നമുക്ക് എത്ര കേക്ക് പോപ്സ് ആണോ ഉള്ളത് അതനുസരിച്ച് ഇങ്ങനെ കുറച്ച് ഇറഗുലറായിട്ട് ഈ പേപ്പറുകളിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ചേർത്ത് വെച്ചിട്ട് നമ്മളത് കെട്ടി വെക്കുക എന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് അതിനെ ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കെട്ടിക്കഴിഞ്ഞ് സെലോ ടേപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ ആ ഒരു നമ്മൾ പിടിക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് നല്ല സെലോ ടേപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചെയ്ത് ടൈറ്റാക്കി വെക്കുക. ഇനി ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കൊണ്ടും കൂടെ അതിനെ ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ ഒരു ശരിക്കും പെർഫെക്റ്റ് ബൊക്കെ ലുക്കിലേക്ക് വരും. എന്നിട്ട് നമുക്ക് പിടിക്കുന്ന സ്ഥലത്ത് നല്ലൊരു സാറ്റിൻ റിബണും കൂടെ, നല്ല വലിപ്പമുള്ള ഒരു സാറ്റിൻ റിബണും കൂടെ കെട്ടിവെച്ചാൽ ബൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വേഗം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.